PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ HSA സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം HSA സോഷ്യൽ സയൻസിന് നോട്ടിഫിക്കേഷൻ വരാറായിട്ടുണ്ട്. ഏകദേശം ഈ ഒരു വർഷം 2024 ഡിസംബറോടുകൂടി നോട്ടിഫിക്കേഷൻ വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ തവണത്തെ HSAയുടെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത് അവസാനത്തെ HSA ആയിരിക്കും. ഇനിയൊരു HSA എക്സാം ഉണ്ടായിരിക്കില്ല. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ലയനമൊക്കെ മടക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ എല്ലാ വർഷവും നടക്കുന്ന ഒരു പരീക്ഷയല്ല HSA പോലുള്ളൊരു പരീക്ഷ. 3-4 വർഷം കൂടുമ്പോൾ നടക്കുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഇനിയൊരു HSA ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു അവസാനത്തെ HSA ആയിരിക്കും. അതുകൊണ്ട് അത്ര പ്രാധാന്യപ്പെട്ട ഒരു പരീക്ഷയാണ് കേട്ടോ നമ്മുടെ മുന്നിൽ വരാൻ പോകുന്ന HSA സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. ഹൈസ്കൂൾ ടീച്ചറായിട്ട് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് BEd കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. നല്ല സാലറി സ്കെയിൽ, നല്ല സോഷ്യലി നമുക്കൊരു കുറച്ചും കൂടി നല്ലൊരു പൊസിഷനിലേക്കൊക്കെ എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജോലി കൂടിയാണ് ഈ HSA എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ ഈ ചാനൽ വഴി HSA സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ HSA സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ബേസിക് മുതലാണ് പഠിച്ചു തുടങ്ങുന്നത്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താണ് സിലബസ് എന്നും സിലബസ് എങ്ങനെ നമ്മൾ ഉൾക്കൊണ്ട് പഠിക്കണം എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ HSAയിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട കാര്യം സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കാണ്. ടെക്സ്റ്റ് ബുക്കാണ് എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്കറിയാം 5, 6, 7 ക്ലാസ്സിലൊക്കെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ മാറിയ പുതിയ ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെയാണ് നമ്മൾ പഠനം ആരംഭിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ആദ്യം നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT സോഷ്യൽ സയൻസിൻ്റെ ഓരോ ചാപ്റ്റേഴ്സും ആണ് നമ്മൾ ആദ്യം കവർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം മറ്റുള്ള സബ്ജക്റ്റ് പോലെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം തുടങ്ങിയ സബ്ജക്റ്റുകളൊന്നും നമുക്ക് പഠിക്കാനില്ല. നമ്മുടെ സബ്ജക്റ്റും അതുപോലെ തന്നെ പിന്നെ എന്താണ് പഠിക്കാനുള്ളത്, റിനേസൻസുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, അതുപോലെ തന്നെ സൈക്കോളജി, നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ തന്നെ പെഡഗോഗി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ട് ഈ ഒരു സിലബസുമായി ബന്ധപ്പെട്ട് സോഷ്യൽ സയൻസിൻ്റെ ഉള്ളത്. അതുപോലെ മാത്സോ മലയാളമോ ഇംഗ്ലീഷ് തുടങ്ങിയുള്ള IT-യോ കലാകായിക സാംസ്കാരിക മേഖലയോ തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ല. അവരവരുടെ സ്പെസിഫിക് നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് എന്തോ അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്നൊരു മേഖല ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആഴത്തിലും വിശാലമായ ഒരു പഠിത്തം തന്നെ ആവശ്യമായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഏതൊരു പരീക്ഷ എടുത്താലും ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഇതൊരു ടീച്ചർ മേഖല പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ SCERT അരച്ച് കലക്കി കുടിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT സോഷ്യൽ സയൻസിലെ മുക്കും മൂലയും വരച്ച് നമ്മൾ പഠിച്ചിട്ട് പോകണം. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുമ്പോൾ നമുക്കറിയാം കൂടുതൽ ആക്ടിവിറ്റി ബേസ്ഡാണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് പഠിക്കാനുള്ളതായതുകൊണ്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും വേണ്ട. മെയിൻ ഫാക്റ്റുകളും മെയിൻ പോയിന്റുകളുമാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കേണ്ടത്. അതൊരു ഫാക്റ്റോ ഒരു പോയിന്റോ പോലും കളയാതെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുകയും വേണം. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ റെഗുലറായിട്ട് HSA സോഷ്യൽ സയൻസിന് വേണ്ടി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. HSA സോഷ്യൽ സയൻസിന് വേണ്ടി പഠിക്കുന്നത് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ കൃത്യമായിട്ട് HSA സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ 5ാം ക്ലാസ് മുതൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ 5ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റർ മുതലാണ് നമ്മളിന്ന് ആരംഭിക്കുന്നത്. അപ്പോൾ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവുക. ഈ ഒരു HSA നമ്മൾ തീർച്ചയായിട്ടും വിൻ ചെയ്യുന്നതായിരിക്കും. ലിസ്റ്റിൽ ഇടം പിടിക്കുകയും അങ്ങനെ നല്ലൊരു ജോലി നമുക്ക് കരസ്ഥമാക്കാനും സാധിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. HSA സോഷ്യൽ സയൻസിലെ 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ പഠിക്കാം. സാമൂഹ്യശാസ്ത്രം ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്റേഴ്സിലെ കുറച്ച് പോർഷൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. മൊത്തം എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് പാർട്ടിൽ 6 ചാപ്റ്ററാണുള്ളത്. പീലിയുടെ ഗ്രാമം, ഭക്ഷണവും മനുഷ്യരും, തൊഴിൽ വൈവിധ്യങ്ങൾ, വസ്ത്രത്തിൻ്റെ നാൾവഴികൾ, വരയ്ക്കാം വായിക്കാം, ജനങ്ങളാൽ, ഇങ്ങനെ 6 ചാപ്റ്ററാണ് മൊത്തം പ്രധാനമായിട്ടുള്ളത്. അതിൽ ഈ പീലിയുടെ ഗ്രാമം ഇത് വായിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇത് പീലി എന്ന് പറയുന്നൊരു കുട്ടിയുടെ ഗ്രാമത്തിലേക്ക് ഒരു യാത്ര പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ചാപ്റ്റർ മൊത്തം പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മൊത്തം ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ മൊത്തം ആക്ടിവിറ്റി ബേസ്ഡ് ആണ്. അതായത് പീലിയുടെ ഗ്രാമത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടു, കൂട്ടുകാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി, നഗരവും ഗ്രാമവും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളത്, അങ്ങനെ വളരെ ചെറിയ ഒരു കുഞ്ഞു ചാപ്റ്ററാണ് കേട്ടോ. ഇത് നമുക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ആണ് ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. നമുക്ക് ആക്ടിവിറ്റീസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്റ്റുകളും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളും മാത്രമേ SCERT NCERT എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കേണ്ടതുള്ളൂ. അല്ലാതെ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ ആവശ്യകത നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ പീലിയുടെ ഗ്രാമത്തിൽ നിന്ന് നമുക്ക് ഒരു പോയിന്റുകൾ പോലും കിട്ടാനില്ല. എല്ലാം ഈ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ആണ്.
എന്താണ് കുട്ടിയെ സ്വയം പരിചയപ്പെടുത്തുന്നത്. പിന്നെ ആകെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട്. എവിടെ നിന്നാണ് എത്തുന്നത്? ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇവർ കുടുംബമായിട്ട് ഇവിടെ വന്ന് താമസിക്കുകയും ചെയ്യുന്നു എന്നൊരു ഈ ഒരു കോട്ട് മാത്രമേ ഇതിനകത്തൊരു പോയിൻ്റായിട്ട് പറയാനായിട്ടുള്ളൂ. ബാക്കി ഒട്ടും പോയിന്റുകൾ ഇല്ലാത്തൊരു ചാപ്റ്ററാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട്. ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലാണ് അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് എത്തുന്നത്. ബാക്കി മൊത്തം ഈ ഒരു ഗ്രാമവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ചുറ്റി ആ ഗ്രാമവുമായി കണ്ട് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉള്ള കാര്യങ്ങളൊക്കെയാണ് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്ററാണിത്. അപ്പോൾ നമുക്കിതിൽ നിന്നൊന്നും എടുക്കാനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഒന്നും തന്നെ നമുക്ക് ഇതിനകത്ത് പോയിൻ്റായിട്ടോ ഒരു ഫാക്റ്റായിട്ടോ എടുക്കാനായിട്ട് ഇല്ല. നമുക്കപ്പോൾ ഇതിൻ്റെ ഒരു ആക്ടിവിറ്റീസ് ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യും. മനുഷ്യരും ഭക്ഷണവും മനുഷ്യരും എന്താണ് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഫാക്റ്റായിട്ടും പോയിൻ്റായിട്ടും ഒക്കെ പഠിക്കാനുണ്ട്. ആദ്യം നമുക്ക് ഭക്ഷണ സമ്പാദനം എന്താണെന്ന് നോക്കാം. എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ്. ആദിമകാലത്ത് ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ ഭക്ഷണം. കൂടാതെ ചില ജീവികൾ മറ്റു ജീവികളെ കൊന്നും ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. ആദ്യം മനുഷ്യരുടെ ഭക്ഷണ സമ്പ്രദായം സൂചിപ്പിച്ച ചിത്രങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ആദ്യം മനുഷ്യൻ എങ്ങനെയൊക്കെ ആയിരുന്നു? വേട്ടയാടിയിട്ടുണ്ടായിരുന്നു. വേട്ടയാടി അവരുടെ കയ്യിലുള്ള അമ്പും ബില്ലും ഉപയോഗിച്ച് വേട്ടയാടിയും ആ അമ്പും ബില്ലും ഉപയോഗിച്ച് എന്താണ് മത്സ്യം പിടിച്ചുമൊക്കെ ആയിരുന്നു പണ്ടത്തെ കാലത്ത് ഭക്ഷണം ശേഖരിച്ചിരുന്നത്. അതൊരു കായ്കനികളൊക്കെയാണ് അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. ഇനി തീയും ഭക്ഷണവും. വേട്ടയാടിലൂടെ മറ്റും ലഭിച്ച ഭക്ഷ്യവസ്തുക്കൾ ആദ്യം മനുഷ്യൻ പാകം ചെയ്താണോ കഴിച്ചിട്ടുണ്ടാകുക? അല്ല, ഒരിക്കലുമല്ല. ആദിമ മനുഷ്യൻ എങ്ങനെയാണ് വേട്ടയാടി കിട്ടിയ വസ്തുക്കളൊക്കെ പച്ചയോടെയായിരുന്നു കഴിച്ചത്. മീൻ വേട്ടയാടി കിട്ടിയാലോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളൊക്കെ വേട്ടയാടി കിട്ടിയാലോ ഒക്കെ അത് പച്ചയോടെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പിൽക്കാലത്ത് കാട്ടിൽ തീ പടരുകയും ആ ഒരു തീയിൽ ഈ മൃഗങ്ങൾ ചത്തുപോവുകയും പിന്നെ ആ വെന്ത മാംസം കഴിച്ചപ്പോഴാണ് വേവിച്ച മാംസത്തിൻ്റെ രുചി ഇവർക്ക് മനസ്സിലാവുകയും പിന്നീട് തീ ഉപയോഗിച്ച് ഇവരെന്ത് ചെയ്തു? ഈ ഭക്ഷണം കുക്ക് ചെയ്ത്, അതായത് ഈ വേട്ടയാടിയ മൃഗങ്ങളെ വേവിച്ച് കഴിക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയതെന്നാണ് പറയപ്പെടുന്നത്. തീ ഉൽപ്പാദനവും നിയന്ത്രണവും. ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാകുന്നു മനുഷ്യൻ കണ്ടു. ഉണങ്ങിയ മരം പാറയിൽ ഉരച്ചോ കല്ല് കൂട്ടിയിട്ടോ തീ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ എന്താണ്? കാട്ടിൽ തീ പിടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഭക്ഷണം അത് പെട്ടുപോയ മൃഗങ്ങളുടെ ഭക്ഷണം അവർ കഴിച്ചു. അതായത് മൃഗങ്ങളെ തീ പെട്ടുപോകുമ്പോൾ എന്ത് ചെയ്യും? അവർ തീ പിടിച്ച് ചാവും. അന്നേരം ആ ഒരു ഭക്ഷണം ആ ഒരു മൃഗത്തിൻ്റെ ആ ഒരു ഇറച്ചി കഴിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി വേവിച്ച ഭക്ഷണത്തിനാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് മനസ്സിലായി. അങ്ങനെ മനസ്സിലാക്കി പിന്നെ അവരെന്ത് ചെയ്തു? തീ ഉപയോഗിച്ച് മാംസം വേവിച്ച് കഴിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇങ്ങനെ വേവിച്ച് കഴിക്കാൻ മീൻസ് ചുട്ട് കഴിക്കുകയാണ് ചെയ്തത്. അല്ല പാത്രത്തിലിട്ട് ഇങ്ങനെ കഴിക്കുന്നല്ല കേട്ടോ ആദ്യ കാലത്ത് ചെയ്തിരുന്നത്. ഇതൊക്കെ നമുക്ക് ഇവരെങ്ങനെയാണ് ചെയ്തതെന്ന് തെളിവ് ലഭിച്ചത് ഉൽക്കന്ന പ്രവർത്തനങ്ങളിലൂടെയാണ്. നമുക്ക് ഇങ്ങനെയാണ് ഇവർ ചെയ്തിരുന്നത് എന്ന തെളിവുകളൊക്കെ പിൽക്കാലങ്ങളിൽ ലഭിക്കുന്നത്. അപ്പോൾ തീ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇവരെങ്ങനെ കണ്ടുപിടിച്ചു? ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാകുമെന്ന് മനുഷ്യൻ കണ്ടുപിടിക്കുകയുണ്ടായി. ഇനി ഭക്ഷ്യോൽപാദനം. കാലക്രമേണ മനുഷ്യൻ ഭക്ഷണ ആവശ്യത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും സസ്യങ്ങളെ പരിപാലിക്കാൻ തുടങ്ങി. ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട്, ചെമ്പരിയാട് തുടങ്ങിയ മൃഗങ്ങളെ ആയിരുന്നു. അപ്പോൾ കാലക്രമേണ വേട്ടയാടൽ എന്നതുപോലെ തന്നെ അവർ എന്ത് ചെയ്തു? ഭക്ഷണത്തിനായിട്ട് മൃഗങ്ങളെ ഇണക്കി വളർത്താനും തുടങ്ങി. സസ്യങ്ങളെ പരിപാലിക്കുവാൻ തുടങ്ങി. ഭക്ഷണം ആവശ്യത്തിനായി അവർ എന്ത് ചെയ്തു? ആദ്യം മൃഗങ്ങളെ ഇണക്കി വളർത്തി. ഏതൊക്കെ മൃഗങ്ങളെയായിരുന്നു? ആട്, ചെമ്പരിയാട് തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു ഇവർ ആദ്യ കാലങ്ങളിൽ ഇണക്കി വളർത്തിയിരുന്നത്. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്തിയതും ആരംഭിച്ചതുമായ മൃഗമാണ് നായ എന്ന് പറയുന്നത്. അപ്പം മനുഷ്യനോട് ആദ്യം ഇണക്കി വളർത്തിയ മൃഗം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? അത് നായയാണ്. മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിയുന്നതിനാൽ വേട്ടയാടലിലും കാവലിനുമായി നായകൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിന് മറ്റു ആവശ്യങ്ങൾക്കായി ഇണക്കി വളർത്തി. അപ്പോൾ എന്ത് ചെയ്തു? ആദ്യം ഇവർ ഇണക്കി വളർത്തിയ മൃഗം എന്ന് പറയുന്ന നായയാണ്. അതുകൂടാതെ പിൽക്കാലങ്ങളിൽ മറ്റുള്ള മൃഗങ്ങളെ ഇവർ ഇണക്കി വളർത്തിയിരുന്നു. വലിച്ചെറിഞ്ഞ ഭക്ഷണ വസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കും ആദ്യം മനുഷ്യൻ കൃഷിയെക്കുറിച്ച് തുടങ്ങിയത്. അപ്പോൾ വലിച്ചെറിഞ്ഞ ഭക്ഷണത്തിൽ നിന്നൊക്കെ ഒരു പഴം കഴിച്ചിട്ട് വലിച്ചെറിയുകയാണെങ്കിൽ അതിൻ്റെ കുരു അവിടെ കിടന്ന് മുളയ്ക്കുന്നവർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം. അതിൽ നിന്നായിരിക്കും കുരു നട്ട് കഴിഞ്ഞാൽ മുളയ്ക്കുമെന്നൊരു ആശയമൊക്കെ ഇവർക്ക് കിട്ടുകയും പിൽക്കാലങ്ങളിൽ ഇവർ കൃഷിയിലേക്കൊക്കെ തിരിയുകയും ഒക്കെ ചെയ്തത് നമുക്ക് അനുമാനിക്കാം.
പാറ തന്നെ വിത്ത് ഉണങ്ങിപ്പോകും, വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും. എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുവാർ അവർ മനസ്സിലാക്കി. ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്. തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷങ്ങളും തിരഞ്ഞെടുത്ത് നടാനും കൃഷി ചെയ്യാൻ തുടങ്ങി. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ കൃഷി ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഇനങ്ങൾ ഏതൊക്കെയായിരുന്നു? ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയൊക്കെയാണ് ആദിമകാലത്ത് കൃഷി ചെയ്തിരുന്നത്. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായി ലഭിച്ചിരുന്ന നദീതടങ്ങളിലാണ്. അപ്പോൾ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള മണ്ണും മറ്റുള്ള കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് ആദ്യം ലഭിച്ചിരുന്നത്? ഈ നദീതടങ്ങളിലാണ് ഇവർ കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ നദീതടങ്ങളിലാണ് മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞിരിക്കുന്ന മനുഷ്യൻ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസമായിട്ട് ആരംഭിച്ചു. പണ്ട് ഇങ്ങനെ കാട് കയറി ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടി അലഞ്ഞിരുന്ന മനുഷ്യൻ എന്ത് ചെയ്തു? നദീതീരത്ത് കൃഷി ചെയ്യുകയും നദീതീരത്ത് താമസിക്കാനൊക്കെ തുടങ്ങി. ഇനി എന്തെല്ലാം കൃഷിയുടെ സമീപത്ത് സ്ഥിരവാസമാക്കിയത് കൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടായി? ഒന്ന്, കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. കൂടുതൽ വിശ്രമ സമയമൊക്കെ കിട്ടി. ഇനി ഭക്ഷണവസ്തുക്കളുടെ സംഭരണം. ആദ്യം മനുഷ്യൻ അന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത്. എന്നാൽ കൃഷി പുരോഗതി പ്രാപിച്ചപ്പോൾ മനുഷ്യർക്ക് ആവശ്യമായ അധികം ഭക്ഷണ വസ്തുക്കൾ ലഭിച്ചു. ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളവ സൂക്ഷിച്ചു വെക്കുന്നതിന് പ്രത്യേക സൗകര്യങ്ങൾ ആവശ്യമായി വന്നു. ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെ ആയിരിക്കും അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക? മൺപാത്രങ്ങളിൽ, മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികളിൽ, ഉറ കൊണ്ട് നിർമ്മിച്ച കുട്ടകളിലൊക്കെ എന്ത് ചെയ്തു? ബാക്കി വന്ന ഭക്ഷണം അവർ സൂക്ഷിക്കുകയുണ്ടായി. അപ്പോൾ കൃഷി ആരംഭിക്കുന്നതിന് മുമ്പ് വേട്ടയാടി ദൈനംദിന ആവശ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ ഇവരെടുക്കും, എന്നിട്ട് അവർ ഭക്ഷിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നെക്സ്റ്റ് ഡേ വീണ്ടും വേട്ടയാടാനും പോകും. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നീട് കൃഷി ആരംഭിച്ചതോടുകൂടി ഇവർ എന്ത് ചെയ്തു? ഇവർക്ക് കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവർ പല കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച്, ടെക്നിക്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവരത് സംരക്ഷിക്കാനായിട്ട് തുടങ്ങി. ആദ്യ കാർഷിക ഉപകരണങ്ങൾ കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ. മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ എന്താണ്? കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്തു? മണ്ണിളക്കി വിത്ത് കൃഷിയൊക്കെ ആരംഭിച്ചിരുന്നു. വെള്ളത്തിലിട്ട് അലിഞ്ഞു പോകുന്നതാണല്ലോ മൺകട്ട. എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങൾ രൂപപ്പെടുത്തുന്ന ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാനാവുന്ന ചൂടാക്കുമെന്ന് മനുഷ്യർ മനസ്സിലാക്കി. ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രം നിർമ്മിച്ചിരുന്നത്. കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ പല വലുപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു. മൺപാത്രങ്ങൾ ആഹാരം പാചകം ചെയ്ത് ഉപയോഗിച്ചിരുന്നു. അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ച മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായത്. അപ്പോൾ എന്താണ്? മൺപാത്രങ്ങൾ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചതോടുകൂടി മനുഷ്യ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് തന്നെ ഉണ്ടാവുകയാണ്. ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാകുന്നതിന് കാരണമായി. ഭക്ഷ്യവസ്തുക്കൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിന് പ്രാചീന കാലം ധാന്യപ്പുരകൾ നിർമ്മിച്ച് തെളിവ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഭക്ഷണം ഒക്കെ നമ്മൾ സൂക്ഷിക്കുന്നതിനായിട്ട്, അതായത് ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിക്കുന്നതിനായിട്ട് വലിയ ധാന്യപ്പുരകളൊക്കെ നമുക്ക് അവർ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നതായിട്ട് പിൽക്കാലങ്ങളിൽ ഖനന പ്രക്രിയ വഴി തെളിവ് ലഭിച്ചിട്ടുണ്ട്. അതാണ് ഈജിപ്ഷ്യൻ സംസ്കാരം, മെസൊപ്പൊട്ടാമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, അങ്ങനെ ഒരുപാട് സംസ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. ആ സംസ്കാരങ്ങളിലൊക്കെ നമ്മൾ കാലി ബംഗാളായാലും ലോതലായാലും മോഹൻജദാരോ ആയാലും നമ്മളങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഉൽക്കരണം ചെയ്ത പ്രദേശങ്ങളെക്കുറിച്ച് രൂപാറായാലും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് അവിടെ എങ്ങനെയായിരുന്നു ആളുകൾ ജീവിച്ചിരുന്നത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അവിടെ ഉൽക്കരണം ചെയ്യുമ്പോൾ അവിടെ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അങ്ങനെ ആയിരുന്നു ജനജീവിതം എന്ന് നമ്മൾ അനുമാനിക്കുന്നത്. ഇനി ധാന്യപ്പുര. പ്രാചീന ഇന്ത്യയിൽ നിലനിന്ന നദിയുടെ സംസ്കാരങ്ങളിൽ സിന്ധു നദിയുടെ സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഒന്നാണ് ധാന്യപ്പുര. അപ്പോൾ ധാന്യപ്പുര ഇവിടെ സംസ്കാരത്തിൽ പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതയാണ്. നോട്ട് ചെയ്ത് വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ധാന്യപ്പുര ഏറ്റവും സവിശേഷത എന്തായിരുന്നു? ധാന്യപ്പുരയായിരുന്നു. പ്രാചീന ഇന്ത്യയിൽ നിന്ന നദി സംസ്കാരങ്ങൾ സിന്ധു നദി സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്തായിരുന്നു? ധാന്യപ്പുരയായിരുന്നു. അവ ഇഷ്ടിക കൊണ്ട് കെട്ടി ഉണ്ടാക്കിയതായിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്നും ധാന്യങ്ങൾ കൊണ്ടുവന്ന് ധാന്യപ്പുരകളിൽ എന്ത് ചെയ്തിരുന്നു? സൂക്ഷിച്ചിരുന്നു. ഇനി ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. ആദ്യ മനുഷ്യൻ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൽക്കാല ഉപയോഗത്തിനായി സൂക്ഷിച്ചു മാത്രമാണ് ചെയ്തിരുന്നത്. അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിക്കുക മാത്രമല്ല, ആവശ്യക്കാർ കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു. തനിക്ക് ആവശ്യ വസ്തുക്കൾ തേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ച വസ്തുക്കൾ മറ്റവർക്ക് കൈമാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഭക്ഷ്യവസ്തുക്കൾ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ. ഏകദേശം 1500 വർഷങ്ങൾ മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കൾ കൈമാറ്റം നിലനിന്നതായി സംഘകാല കൃതികൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓരോ പ്രദേശത്തും മറ്റുള്ളവരെ മറ്റു പ്രദേശങ്ങളിലേക്കും അവർ സംഭരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറ്റം ചെയ്യുകയും അവർ തങ്ങൾ
പ്രദേശങ്ങൾക്ക് ആവശ്യമായി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കടൽ തീരത്ത് താമസിച്ചിരുന്ന മറ്റു പ്രദേശങ്ങളിലേക്ക് ഉണക്കിയ മത്സ്യവും ഉപ്പും കൈമാറി. പകരം മറ്റുള്ള നിന്ന് ഭക്ഷണവസ്തുക്കളും വനവിഭവങ്ങളും സ്വീകരിച്ചിരുന്നു. വനപ്രദേശങ്ങളായ ഇതര പ്രദേശങ്ങളിലുള്ള വനവിഭവങ്ങൾ കൈമാറി. സമുദ്രങ്ങളിൽ താമസിച്ചിരുന്നവർ തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇതര പ്രദേശങ്ങൾക്ക് കൈമാറിയുണ്ടായി. അപ്പോൾ എന്താണ്, ഇതൊരു ബാറ്റർ സിസ്റ്റമാണ് ഇവിടെ പറയുന്നത് അല്ലേ, ഒരു വസ്തു കൊടുത്ത് മറ്റൊരു വസ്തു വാങ്ങുന്ന രീതി. അപ്പോൾ കടൽ മേഖലകളിൽ താമസിച്ചിരുന്ന അല്ലെങ്കിൽ കടലോര മേഖലകളിൽ താമസിച്ചിരുന്നവർ എന്ത് ചെയ്തു, ഉപ്പ് കൊടുത്ത് അതുപോലെ ഉണക്കമീൻ കൊടുക്കും. അപ്പം മറ്റുള്ള കൃഷി ചെയ്തിരുന്ന ആളുകൾ മറ്റുള്ള അരിയായിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ പരസ്പരം എന്ത് ചെയ്തിരുന്നു, അവർ ഭക്ഷ്യവസ്തുക്കളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൈമാറി ഉപയോഗിച്ചിരുന്നു. ഇനി കൈമാറ്റ സമ്പ്രദായം. നാണയ വ്യവസ്ഥ നിലനിൽക്കുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി ഉണ്ടായിരുന്നു. ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ കൈമാറ്റ സമ്പ്രദായത്തിന് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്, ഒരു സാധനം കൊടുത്ത് മറ്റൊരു സാധനം മേടിക്കുന്നു. ഇപ്പോൾ ഉപ്പ് കൊടുത്ത് തേയില മേടിക്കും, അല്ലെങ്കിൽ തേയില കൊടുത്ത് വേറെ അരി മേടിക്കും. അങ്ങനെ സാധനങ്ങൾ പരസ്പരം എന്ത് ചെയ്തിരുന്നു, ആളുകൾ കൈമാറ്റം ചെയ്തിരുന്നു. ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടാക്കി. സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു. അതുവഴി ചന്തകൾ രൂപപ്പെട്ടു. ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു. സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങൾ എത്തുകയും അവ ക്രമേണ നഗരങ്ങളായി മാറുകയും ചെയ്തു. അപ്പം എങ്ങനെയാണ്, ആദ്യം ഇവർ ഒരു വസ്തു കൊടുത്ത് മറ്റു വസ്തുവിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് പരസ്പരം കൈമാറി. പിന്നെ എന്ത് ചെയ്തു, ചെറിയ ചെറിയ ചന്തകൾ രൂപപ്പെട്ടു. ചന്തകൾ കച്ചവട കേന്ദ്രങ്ങളായി മാറി. കച്ചവട കേന്ദ്രങ്ങൾ പിന്നീട് എന്ത് ചെയ്തു, നഗരങ്ങളൊക്കെ ആയി മാറുകയും ഉണ്ടായി. ആദ്യകാലങ്ങളിൽ കേരളത്തിൽ ജനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുന്നതിന് വിദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് കൈമാറ്റം ചെയ്യുന്നതിനും എന്തൊക്കെ വസ്തു മാർഗ്ഗങ്ങളുമായിരിക്കും ഉണ്ടായിരിക്കുക, അതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമുക്കതൊന്നും ഇവിടെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, അത് നമുക്ക് ആവശ്യമില്ല. ഇനി ദേശങ്ങൾ കടന്ന് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല. ദേശങ്ങൾ കടന്ന് കൈമാറ്റം വ്യാപിച്ചിരുന്നു. പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂര ദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു. റോമക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതന്മാർ എന്നിവരായിരുന്നു പ്രധാനമായിട്ടും കൈമാറ്റം ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ നിന്ന് മറ്റു പ്രദേശങ്ങൾക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്തിരിപ്പെട്ട എന്തൊക്കെയായിരുന്നു, കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുകപ്പട്ട തുടങ്ങിയവ സുഗന്ധവ്യഞ്ജനങ്ങൾ ആയിരുന്നു. ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന കുരുമുളകായിരുന്നു കേട്ടോ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്തൊക്കെ കയറ്റുമതി ചെയ്തിരുന്നു, കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുകപ്പട്ടയും സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ആയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് അത് എന്തായിരുന്നു, കുരുമുളകായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇത്തരത്തിലുള്ള ഈ സുഗന്ധദ്രവ്യങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും ഒക്കെ കണ്ടിട്ടാണ് എന്ത് ചെയ്തു, വിദേശികൾ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കുകയും ഇവരെങ്ങോട്ട് വരികയും ഇവിടെ നിന്ന് സമ്പത്ത് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത്. അപ്പോൾ ഇവിടെ വന്ന് അവർ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ശക്തി അത്ര ഇതല്ല, വേണം നമുക്ക് ഇവിടെ ആധിപത്യം സ്വീകരിക്കാം എന്നുള്ള രീതിയിൽ അവർ എന്ത് ചെയ്തു, ഇവിടെ നമ്മുടെ ഇന്ത്യയെ അടക്കി ഭരിക്കുകയും അങ്ങനെ 100 വർഷക്കാലം നമ്മളെ അടക്കി ഭരിച്ച് നമ്മൾ അടിമകളാക്കി വയ്ക്കുകയും പിന്നീട് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയൊക്കെ ചെയ്തു അല്ലേ. അപ്പോൾ ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ തേടിയുള്ള മറ്റുള്ള വിദേശികളുടെ യാത്ര ഇന്ത്യയിലേക്ക് വന്ന് അവസാനിക്കുമ്പോൾ പിന്നീട് പിൽക്കാലങ്ങളിൽ ഉണ്ടായതാണ് എന്ത്, നമ്മുടെ അടിമകളാക്കുകയും നമുക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ. ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ് ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടി വിലയുള്ള ചരക്ക് കൊണ്ടുപോയിരുന്നതായി ചരിത്രരേഖകൾ പറയുന്നുണ്ട്. പിന്നെ എന്താണ്, കച്ചവടത്തിന് വ്യാപകം പിൽക്കാല വിദൂര ശേഖരണം തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കൾ കൈമാറ്റം നയിച്ചു. ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ ഫലപ്രദം ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എന്താണ്, ഇങ്ങനെ അവരിവിടെ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ കൊണ്ടുപോയി പിന്നീട് അവർ പിൽക്കാലത്ത് ഇവിടെ വന്ന് ആധിപത്യം സ്ഥാപിക്കുന്ന സമയങ്ങളിൽ അവരുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് പേരയ്ക്ക, പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, മരച്ചീനി, ഉരുളക്കിഴങ്ങ്. ഇതൊക്കെ എന്താണ്, ഈ ഇത്തരത്തിൽ വിദേശങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെട്ട വിഭവങ്ങളാണ്. അതിൽ പേരയ്ക്കയുടെ ജന്മദേശം ഏതാണ്, മെക്സിക്കോ ആണ്. ഏതാണ്, മെക്സിക്കോ ആണ് പേരയ്ക്കയുടെ ജന്മദേശം എന്ന് പറയുന്നത്. ഇനി പേരയ്ക്കയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതൊക്കെ വൈറ്റമിൻസ് ആണ്, എ, ബി, സി എന്നിവയൊക്കെയാണ് പേരയ്ക്കയിൽ ഏറ്റവും കൂടുതലുള്ള വൈറ്റമിൻസ്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നാണ് എന്തറിയപ്പെടുന്നത്, പേരയ്ക്ക അറിയപ്പെടുന്നത്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് എന്താണ്, പേരയ്ക്കയാണ്. പോർച്ചുഗീസുകാരാണ് പേരയ്ക്ക ഇന്ത്യയിൽ എത്തിച്ചത്. അപ്പോൾ ജന്മദേശം മെക്സിക്കോയാണ്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നാണ് പേരയ്ക്ക അറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് പേരയ്ക്ക കൊണ്ടുവന്നത്. വൈറ്റമിൻ എ, ബി, സി എന്നിവയൊക്കെ പേരയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഭക്ഷണവും അസമത്വവും. ഭക്ഷണവും ബന്ധപ്പെട്ട് നമ്മുടെ
നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ നിലനിന്നിരുന്നു. സാമൂഹ്യ അസമത്വങ്ങൾ എല്ലാ വിഭാഗ ജനങ്ങളും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്ന തടസ്സമുണ്ടാക്കി. ഈ വിജയത്തിനെതിരെ സാമൂഹ്യ പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ചെറായി മിശ്ര ഭോജനം നടത്തി. ആ മിശ്ര ഭോജനം സംഘടിപ്പിച്ച വ്യക്തിയുടെ പേരെന്താണ്? സഹോദരൻ അയ്യപ്പനാണ്. എവിടെ വെച്ചാൽ നടത്തിയത്? എറണാകുളത്ത് ചെറായിൽ വെച്ചിട്ടാണ് മിശ്ര ഭോജനം നടത്തുന്നത്. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ്റെയാണ് എന്ത് മിശ്ര ഭോജനം എവിടെ വെച്ച് നടന്നു? എറണാകുളത്ത് ചെറായിൽ വെച്ചിട്ടാണിത് നടക്കുന്നത്. 1917 മെയ് 29 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിൽ മിശ്ര ഭോജനം സംഘടിപ്പിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത്. മിശ്ര ഭോജന നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പൻ നേരിടേണ്ടതായി വന്നു. കേരളത്തിൽ നിലനിന്ന സാമൂഹ്യമായ അസമത്വമാണ് ഈ ഒരു വെളിവാക്കും. ജാതി വ്യവസ്ഥയാണ് അസമത്തിന് കാരണമായത്. അപ്പോൾ സഹോദരൻ അയ്യപ്പനാണ് മിശ്ര ഭോജനം നടത്തിയത്. ഏത് വർഷം? 1917 മെയ് 29. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണേ. മിശ്ര ഭോജനം നടത്തിയത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഏത് വർഷമാണ്? 1917 മെയ് 29 സഹോദരൻ അയ്യപ്പൻ മിശ്ര ഭോജനം നടത്തിയത്. എവിടെ? എറണാകുളം ചെറായിലാണ് അദ്ദേഹം ഇത് നടത്തിയത്. ഇനി ബംഗാളിലെ ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷണക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു. ഇതിന് ഉദാഹരണമാണ് 1943 ബംഗാളിൽ ഉണ്ടായ ഭക്ഷ്യക്ഷാമം. ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗ്ഗം കൃഷിയായിരുന്നു. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു. ഇത് തുടർന്ന് ബംഗാളിലെ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ഈ ക്ഷാമകാലത്ത് ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ 30 ലക്ഷം പേർ പട്ടിണി മൂലമൊക്കെ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഒരു ഭക്ഷ്യക്ഷാമമായിരിക്കും ആ ഒരു കാലഘട്ടത്തിൽ 1943 കാലഘട്ടത്തിൽ ബംഗാളിൽ ഉണ്ടായതെന്ന് ഓർത്തു വയ്ക്കുക അല്ലേ. ഇനി സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വമാണ് പട്ടിണിക്ക് മറ്റൊരു കാരണം. എല്ലാവർക്കും തുല്യമായത് സമ്പത്ത് വിതരണം ചെയ്യുന്നത്. അതിനാൽ ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർ പട്ടിണി കിടക്കേണ്ടതായി വരുന്നു. ദാരിദ്ര്യം പട്ടിണിക്കും എതിരെയായി പ്രവർത്തനം ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നു. അപ്പോൾ ഒക്ടോബർ 16 പ്രത്യേകത എന്താണ്? ലോക ഭക്ഷ്യദിനമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർക്കണേ. ഒക്ടോബർ 16 പ്രത്യേകത എന്താണ്? ലോക ഭക്ഷ്യദിനമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതി നടപ്പിലാക്കുന്ന മാതൃക സംസ്ഥാനമാണ് കേരളം. ദാരിദ്ര്യ നിർമ്മാർജ്ജന കേരള സർക്കാർ രൂപപ്പെടുത്തിയുള്ള പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ ഉദാഹരണം. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയാണ് ഏത്? കുടുംബശ്രീ മിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമാണ്. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയുടെ പേരെന്താണ്? പദ്ധതിക്ക് ഉദാഹരണമാണ് കുടുംബശ്രീ മിഷൻ എന്ന് പറയുന്നത്. ഇനി ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2030. ഇത് എപ്പോഴും PSC പ്രീവിയസ് ഇയർ പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് നിയമത്തിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുക ശക്തമായ പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അപ്പോൾ ഇന്ത്യ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2013. ഓർക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നതെന്നാണ്? 2013 നിലവിൽ വന്നത്. ഇനി ഭക്ഷണവും ആരോഗ്യം. മനുഷ്യരുടെ ജീവൻ നിലനിൽക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണല്ലോ ഭക്ഷണം. ആരോഗ്യം നിലനിൽക്കുന്ന ഭക്ഷണത്തിന് സുപ്രധാനമായ പങ്കുണ്ട്. പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവും ആരോഗ്യം നിലനിർത്താൻ സാധിക്കും. എന്നാൽ അനാരോഗ്യമായ ഭക്ഷണശീലം പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. ഇതും പ്രീവിയസ് ഇയർ ആയിട്ട് PSC ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2023 ഈ ചെറുധാന്യ വർഷത്തെക്കുറിച്ച്. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്താണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. 2023 പ്രത്യേകത എന്താണ്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷ ദിനമാണ്. പുല്ലുവർഗത്തിൽപ്പെട്ട ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ. ജോവർ, റാഗി, വരക്, തിന എന്നിവയാണ് ചെറുധാന്യങ്ങൾ ഉൾപ്പെടുന്നത്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുടെ മറ്റ് ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾ കഴിയും. അതിനാൽ പോഷക സമൃദ്ധമായ ചെറുധാന്യം നമ്മുടെ ഭക്ഷണം നിത്യേന ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? റാഗി, മണിച്ചോളം, ബാർലി, വിരക്, ബജ്ര, തിന എന്നിവയ്ക്കാണ് ഈ ചെറു ധാന്യങ്ങൾ എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്ര സംഘടന നിർദ്ദേശപ്രകാരം 2021 എന്തായിട്ട് ആചരിക്കുന്നു? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് ഇങ്ങനെ ആചരിക്കാൻ കാരണം? ചെറുധാന്യങ്ങൾ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് പ്രഖ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് കരുതപ്പെടുന്നത്.
ഇനി ഭക്ഷ്യവസ്തു ലഭ്യത എല്ലാ പൗരന്മാരുടെ നിയമപ്രകാരമായ അവകാശമാണ്. നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കുക. ഭക്ഷണം പാഴാക്കാതിരിക്കുന്ന, ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരോട് നാം ചെയ്യുന്ന ക്രൂരതയാണ്. മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നത് എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാകണം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ്, ഒരിക്കലും നമ്മളത് പാഴാക്കാൻ പാടില്ല. കാരണം നമ്മളിവിടെ പാഴാക്കുമ്പോൾ അതുപോലും കിട്ടാതെ പട്ടിണി കിടക്കുന്ന നിരവധി പേർ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് നമ്മൾ ഓർക്കണം. പ്രത്യേകിച്ച് സൊമാലിയ പോലുള്ള രാജ്യങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള പട്ടിണി അനുഭവിക്കുന്ന ആളുകൾ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് രണ്ടാമത്തെ ചാപ്റ്ററാണ് നോക്കിയത്. ഒന്നാമത്തെ ചാപ്റ്റർ വലിയ കാര്യമായിട്ടൊന്നുമില്ലായിരുന്നു. മൊത്തം ആക്ടിവിറ്റി ബേസ്ഡ് ആയതുകൊണ്ടാണ് ആക്ടിവിറ്റീസ് ഒന്നും വായിച്ചു പോകാത്ത, ആക്ടിവിറ്റീസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ മുതലാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. രണ്ടാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഒരുപാട് ഫാക്ടറുകൾ, ഒരുപാട് പോയിന്റുകൾ ഈ ഒരു ചാപ്റ്ററിലുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളൊക്കെ നോട്ട് ചെയ്ത് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുടർന്ന് നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ ആർക്കടെയും കയ്യിൽ പാർട്ട് 2, അതായത് സ്റ്റാൻഡേർഡ് 5ൻ്റെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, കമൻറ്റിലൊന്ന് പറയണേ. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.